നമ്മൾ ശ്രദ്ധിക്കുക. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കും. അങ്ങനെ അവൻ എഴുന്നേറ്റു. അല്ലെ, ഒന്ന് വായിച്ചു. അങ്ങനെ അവൻ എഴുന്നേറ്റു, സാരഫാത്തിലേക്ക് പോയി. അവൻ പട്ടണവാതിൽക്കലെത്തിയപ്പോ ശ്രദ്ധിക്കുക, ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട, ദൈവത്തെ അനുസരിച്ച, ദൈവശബ്ദത്തിന് വില കൊടുത്ത ഭക്തനായ ഏലിയാവിനെ കുറിച്ചാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ഏലിയാവ് എന്ന് പറയുന്ന ഭക്തനെ കുറിച്ച് വേദപുസ്തകത്തിൽ ആദ്യം പറഞ്ഞു തുടങ്ങുന്ന ഒരധ്യായമാണ് 17-ാം അധ്യായം. 17-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെയാണ് തുടങ്ങുന്നത്. എന്നാൽ ഗിലെയാദിലെ തിശ്ബിയിൽ നിന്നുള്ള തിശ്ബിനായ ഏലിയാവ് ആഹാബിനോട് എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ ഗിലെയാദ് എന്ന വാക്കിന്റെ അർത്ഥം ഉറപ്പുള്ള പാറ എന്നാണ്. ഉറപ്പുള്ള പാറ. തിശ്ബിയ എന്ന വാക്കിന്റെ അർത്ഥം പരദേശി. അപ്പോൾ അതിന്റെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഗിലെയാദ് ഉറപ്പുള്ള പാറയിൽ നിന്നുള്ള പരദേശിയായ ഏലിയാവ് രാജാവായ ആഹാബിനോട് ദൂത് പറഞ്ഞു. നമ്മളൊക്കെ ഒരാളെ പരിചയപ്പെടുത്തുമ്പോ ഇന്നയാളുടെ അല്ലെ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഒരു ദിവസം ഷെഡ്യൂൾ ഒരാളെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ എങ്ങനെ പരിചയപ്പെടുത്തും? ഫോട്ടോ കൊടുക്കുന്നത് അതിനേക്കാൾ ഒന്നുകൂടെ പറയാൻ എളുപ്പം. ഇന്നിടത്ത് ഇന്നയാളുടെ അങ്ങനെ പറഞ്ഞ് മനസ്സിലാവില്ല. ഓക്കെ, ഇന്നിടത്ത് ഇന്നയാളുടെ ഇവരുടെ മറ്റുള്ള മനസ്സിലാവും. 2020 നവംബർ, 2020 ഒക്ടോബർ വരെ ഇപ്പൊ എന്താ മാസല്ലേ? ഇപ്പോഴും മോളല്ലേ അവിടെ. പക്ഷേ പരിചയപ്പെടുത്തുമ്പോ അവരുടെ പേരുകൾ എന്തില്ല, പരിചയപ്പെടുത്തുമ്പോ ഇവിടത്തെ അപ്പന്റെ അമ്മയുടെ അല്ലെങ്കിൽ ഭർത്താവിന്റെ പേര് പറഞ്ഞ പരിചയപ്പെടുത്തും. കാരണം മറ്റൊന്നുമല്ല, 2020 നവംബർ മാസത്തിൽ ഓണർഷിപ്പ് മാറി. ഒരു വണ്ടിയൊക്കെ കിട്ടി കഴിഞ്ഞ് ഒരു പേപ്പറൊക്കെ കിട്ടും, ഒപ്പിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഓണർഷിപ്പ് മാറും. അതുപോലെ ഓണർഷിപ്പ് മാറി. അപ്പോ ഇന്ന വീട്ടിലെ ഇന്നയാളുടെ മകൻ വിവാഹം കഴിച്ച കുട്ടി എന്നൊക്കെ വേണമെങ്കിൽ പരിചയപ്പെടുത്താം. എന്നതുപോലെ ഏരിയാവിനെയും പരിചയപ്പെടുത്താൻ കുടുംബ പേരോ അപ്പന്റെ പേരോ അമ്മയുടെ പേരോ പറഞ്ഞു വേണമെങ്കിൽ ദൈവത്തിന് എന്ത് ചെയ്യാം, ഒരു ഏരിയാവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പക്ഷെ യഹോവയായ ദൈവം ഏരിയാവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഗിലെയാദിലെ തിശ്ബിയിൽ നിന്നുള്ള തിശ്ബിനായ ഏരിയാവെന്നാണ്. കാരണം ഇത്രേ ഉള്ളൂ, ദൈവത്തിന് ഒരു വ്യക്തിയെ ഉപയോഗിക്കുന്നതിന് കുടുംബം പ്രാധാന്യമല്ല. നമ്മുടെ വിദ്യാഭ്യാസം ദൈവത്തിന് നമ്മെ ഉപയോഗിക്കുന്നതിന് പ്രാമുഖ്യമല്ല. നമ്മുടെ നിറം അതിനൊരു മാനദണ്ഡമല്ല. നമ്മുടെ സാമ്പത്തികം അതിനൊരു മാനദണ്ഡമല്ല. ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെടാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ, ദൈവകരങ്ങളിൽ പ്രയോജനപ്പെടാനുള്ള ഒരു ഹൃദയം നമുക്കുണ്ടെങ്കിൽ, നമ്മെ ഉപയോഗിക്കാൻ ഇന്ന് പകലിലും ആഗ്രഹം വിശ്വസ്തനാണ്. അതുകൊണ്ട് ഇന്ന് പകലിൽ ഈ കൂടി വന്നിരിക്കുന്ന പ്രിയമുള്ളവരോട് സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, വരുന്ന നാളുകളിൽ കർത്താവിന്റെ വരവ് താമസിച്ചാൽ, വരുന്ന മാസങ്ങളിൽ, വരുന്ന വർഷങ്ങളിൽ അനേകരെ കർത്താവിലേക്ക് നയിക്കുന്ന ഒരു സുവിശേഷക കൂട്ടമായി, ഒരു സുവിശേഷ കൂട്ടമായി, ഒരു മിഷണറി സഭയായി മാറട്ടെ. അനേകരോട് സുവിശേഷം പറയാം. സ്തോത്രം. നമ്മുടെ മക്കളെയൊക്കെ ഉത്സാഹിപ്പിക്കണം. ഇപ്പോഴത്തെ വേൾഡ് കപ്പിന്റെ കഥയും മറ്റു പലരുടെയും ചരിത്രങ്ങളും വിവരിക്കുന്നവരാകരുത് നമ്മുടെ മക്കൾ. വിവരിക്കുന്നത്
പഠിച്ചിട്ടുണ്ടെന്നല്ല, അതിനേക്കാൾ അപ്പുറം യേശുവിനെ പരിചയപ്പെടുത്തുന്നവരായി നമ്മുടെ മക്കൾ മാറണം. യേശുവിനെ പരിചയപ്പെടുത്തുന്നവരായി നമ്മുടെ മക്കൾ മാറിയാൽ അവർ പോകുന്ന ഇടത്തെല്ലാം ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയായി മാറും. കേട്ടെ, അങ്ങനെ ഉറപ്പുള്ള പാറയിൽ നിന്ന് പുറപ്പെട്ടു വന്ന പരമേശ്വരായ ഏലിയാവിനോട് യഹോവയായ ദൈവം പറഞ്ഞു, നീ നേരെ ആഹാബിന്റെ അടുത്ത് പോകണം. ശമരിയ പട്ടണത്തെ ഭരിച്ചുകൊണ്ടിരുന്ന ശക്തനായ ഒരു രാജാവായിരുന്നു ആഹാബ് എന്ന് പറയുന്ന വ്യക്തി. ദൈവഹിത പ്രകാരം രാജ്യഭരണം നടത്തിയ ആഹാബ് കാലങ്ങൾ പലത് കഴിഞ്ഞപ്പോൾ അവന്റെ ഉള്ളിൽ ആഗ്രഹം തോന്നി, ഇസബേൽ എന്ന് പറയുന്ന ഒരു രാജകുമാരിയെ തനിക്ക് വിവാഹം കഴിക്കണം. സീദോൻ എന്ന് പറയുന്ന രാജ്യത്തെ രാജാവിന്റെ മകളാണ് ഇസബേൽ. അപ്പോ ആഹാബിന്റെ ഉള്ളിൽ നല്ല ചിന്തയുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ സീദോനിന്റെ രാജാവിന്റെ മകളെ വിവാഹം കഴിച്ചാൽ പിന്നെ സീദോൻ രാജാവ് എന്ത് ചെയ്യില്ല, എന്നോട് യുദ്ധം ചെയ്യാൻ വരില്ല. ഒരു സമാധാനം കാക്ഷിച്ചിട്ടാണ് ഇസബേലിനെ ആഹാബ് വിവാഹം കഴിച്ചത്. പക്ഷെ ഇസബേല് ചെയ്ത കാര്യം അവളുടെ അന്യ ദേവന്മാരിലേക്ക് ആഹാബിന്റെ ഹൃദയത്തെ വശീകരിച്ചു കൊണ്ടുപോയി. അങ്ങനെ വശീകരിക്കപ്പെട്ട് കിടക്കുന്ന ആഹാബിന്റെ അടുക്കൽ ദൈവത്തിന്റെ ദൂതുമായി ഏലിയാവ് പോവുകയാണ്. ഏലിയാവ് പോയിട്ട് പറഞ്ഞു, ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആളുകളിൽ മഞ്ഞും മഴയും ഉണ്ടാവില്ല. സ്വന്തം ദൂത് പറഞ്ഞ ഏലിയാവിനോട് അടുത്ത യഹോവയായ ദൈവം പറഞ്ഞു, ഇനി നീ ഇവിടെ നിൽക്കണ്ട, ഇനി നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിലേക്ക് ഒളിച്ചിരിക്കണം. യോർദാന്റെ സ്വഭാവം ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് അറിയാമെന്ന്. കൊയ്ത്തുകാലം മുഴുവനും യോർദാൻ കരകവിഞ്ഞൊഴുകും. കൊയ്ത്തുകാലം മുഴുവനും യോർദാൻ കരകവിഞ്ഞ് ഒഴുകും. ഇന്ന് രാവിലെ കെട്ടിടം ഇങ്ങനെ എടുക്കാൻ ഇറങ്ങിയപ്പോ എന്റെ ഉള്ളിൽ കൊണ്ടൊരു ചിന്ത, യോർദാൻ വളരെ ശക്തമായിട്ട് കരകവിഞ്ഞൊഴുകുക. പക്ഷെ യോർദാന്റെ ഒഴുക്ക് നിൽക്കണമെങ്കിൽ പുരോഹിതന്മാർ കാലെടുത്ത് വെച്ചാൽ അതിന്റെ ഒഴുക്ക് നിൽക്കും. ഇന്ന് രാവിലെ ഞാൻ കുറച്ച് വിശ്വസിക്കുക, ദൈവത്തിന്റെ പെട്ടകം ചുമക്കുന്ന ദൈവത്തിന്റെ പുരോഹിതനായി ഞാൻ ചുവട് മുൻപോട്ട് വെച്ചപ്പോ, ഞാൻ കാലെടുത്ത് മുൻപോട്ട് വെച്ചപ്പോ പിടിച്ചു നിന്നേക്കുണ്ട്. ദൈവജനത്തിന്റെ നന്മകൾക്ക് വിരോധമാണ്, ദൈവജനത്തിന്റെ സംസ്ഥാനങ്ങൾക്ക് വിരോധമാണ്, ദൈവജനത്തിന്റെ വിടുതലുകൾക്ക് വിരോധമാണ്. ഒഴുകികളെ ഇന്ന് ആത്മാവ് പിടിച്ചുകൊണ്ടുവരിക. ഇവിടെ നിന്ന് പുറപ്പെട്ട് യോർദാന് കിഴക്കുള്ള യോർദാൻ മരണനിഴലിന്റെ താഴ്വരയാണ്. മരണനിഴലിന്റെ താഴ്വര, അതിൽ ഇംഗ്ലീഷ് വാലി ഓഫ് ബാക്ക, മരണനിഴലിന്റെ താഴ്വര. ആ മരണനിഴലിന്റെ താഴ്വരയിൽ ഉള്ള യോർദാൻ എന്ന് പറയുന്ന ഒരു നദി. ആ നദിയുടെ തീരത്ത് കിഴക്ക് ഭാഗത്ത് കെരീത്ത് എന്ന് പറയുന്ന ഒരു തോടുണ്ട്. കെരീത്ത് എന്ന വാക്കിന്റെ അർത്ഥം, ചില വാക്കുകളെ ഞാൻ പറഞ്ഞു. ഗിലെയാദ് എന്ന വാക്കിന്റെ അർത്ഥം പറയും. ഗിലെയാദ് എന്ന വാക്കിന്റെ അർത്ഥം മാക്സിമം 2 ആഴ്ച. ഇത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കേട്ടതൊക്കെ ബൈബിൾ പറയുന്നു, വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതണം. ശ്രദ്ധിച്ചിട്ട് ഗിലെയാദ് എന്ന വാക്കിന്റെ അർത്ഥം ഉറപ്പുള്ള പാറ, തിഷ്ബിയ എന്ന വാക്കിന്റെ അർത്ഥം പരദേശി. ഉറപ്പുള്ള പാറയിലുള്ള പരദേശിയായ ഏലിയാവ് ഇപ്പോഴത്തെ മരണനിഴലിന്റെ താഴ്വരയാകുന്ന യോർദാന്റെ കിഴക്കുള്ള കെരീത്ത് എന്ന് പറയുന്ന തോട്ടിൽ പോയി ഒളിച്ചിരിക്കുക. കെരീത്ത് എന്ന വാക്കിന്റെ അർത്ഥം വേർപാടെന്നാണ്. ശ്രദ്ധിച്ചു കേൾക്കണം, വേർപെട്ടവരിക്കുക. അല്ലെങ്കിൽ ആരാ ഏലിയാവിനെ കെരീത്തിലേക്ക് വിട്ട്? കെരീത്തിലേക്ക് ആരാ ഏലിയാവിനെ പറഞ്ഞിട്ട്? ഏലിയാവിന്റെ ദിവസം തോന്നിയപ്പോൾ പോയതാണോ? ആണോ? അല്ലല്ലോ. എങ്ങനെയുണ്ട് സിസ്റ്റർ? ഏലിയാവിന്റെ ദിവസം ഞാൻ പോയിരിക്കാൻ തോന്നിയതാണ്. അല്ല, യഹോവയായ ദൈവം നമ്മളോട് പറഞ്ഞു, എവിടെ
യോർദാന് കിഴക്കുള്ള കെരീത്തിൽ പോയി ഒളിച്ചിരിക്കണം. ദൈവമാണ് അല്ലേ? ദൈവം പറഞ്ഞു വിട്ടിടത്ത് വാതിലുകൾ അടയുമോ? ദൈവം പറഞ്ഞെടുത്ത് വാതിലുകൾ അടഞ്ഞു പോകുമോ? ഇല്ല. ദൈവം പറഞ്ഞിട്ട് ദൈവം പറഞ്ഞിട്ട ഭക്തനായ ഏലിയാവോട് ചെന്നിരുന്നു. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മളെല്ലാം ഭക്ഷണം കഴിക്കുന്നവരാണ്. ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത് നേരത്തെ ഉച്ചയ്ക്ക്. കേട്ടില്ല? ഏത് നേരത്തെ? ഉച്ചയ്ക്ക് അല്ലേ? ഉച്ചയ്ക്ക് കഴിക്കുന്നത് അതോ രാവിലെ? രാത്രി. ഒരു മോളെ രാത്രി കഴിക്കരുത്. രാത്രി കുറച്ചേ കഴിക്കാവൂ. കാരണം നമ്മുടെ ദഹനം നന്നായി നടക്കണമെങ്കിൽ നമ്മുടെ വയറിന് നമ്മൾ ഓവർലോഡ് കൊടുക്കരുത്. രാത്രി കുറച്ചേ കഴിക്കാവൂ, ഉച്ചയ്ക്ക് കഴിക്കും. പക്ഷെ ദൈവം ഏരിയയിൽ എപ്പോഴൊക്കെ ഭക്ഷണം കൊടുത്തു? രാവിലെ കൊടുത്തു. ആ 17 അധ്യായത്തിലുണ്ട്. വൈകിട്ടും കൊടുത്തു, രാവിലെയും കൊടുത്തു, വൈകിട്ടും കൊടുത്തു. ഞാനായിരുന്നു ഏരിയാവിന്റെ സ്ഥാനത്തേക്ക് പറഞ്ഞത്, ദൈവമേ രാവിലെ കിട്ടിയില്ലേലും കുഴപ്പമില്ല, വൈകിട്ട് തന്നില്ലേലും കുഴപ്പമില്ല, ഇത് രണ്ടും കൂടെ ഒറ്റ പൊതിയാക്കി ഉച്ചയ്ക്ക് തന്നെ. സ്വന്തം സ്വന്തം കാണുന്നവർക്കും കേൾക്കുന്നവർക്കും ഒക്കെ പറയാൻ ഏരിയാവിനെ പ്രാർത്ഥിക്കാൻ അറിയണമല്ലേ? നീ ദൈവത്തിന്റെ ദൂത് പറയാൻ അറിയണമല്ലേ? എന്നിട്ട് എല്ലാവർക്കും ഉള്ള പല നന്മകളും നിനക്കില്ലല്ലോ. എല്ലാവരും അനുഭവിക്കുന്ന പല സൗകര്യങ്ങളും നിനക്കില്ലല്ലോ. ഇന്ന് രാവിലെ കേൾക്കുന്ന ആരോഗ്യമോ പരിശുദ്ധാത്മാവ് പറഞ്ഞ ചില നന്മകൾ, മറ്റു പലർക്കുമുള്ള പല നന്മകളും ഒരുപക്ഷെ നിനക്കില്ലെങ്കിലും അതിന്റെ പുറകിൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്നേ. രാവിലെയും വൈകിട്ടും കാക്ക അനുഭവം ചെയ്തുകൊടുക്കുന്നു. കാക്കയെ കണ്ടിട്ടുണ്ടോ? കൊച്ചാകെ തിരിഞ്ഞിരിക്കുന്നു. വീണ്ടും കാക്കയെ കണ്ടിട്ടില്ല. കാക്കയുടെ കയ്യിൽ നല്ല റംബൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഒരു റംബൂട്ടാൻ്റെ ഒരു കഷ്ണം കാക്ക പൊത്തിക്കൊണ്ടുവരുന്നു. നിന്റെ മുമ്പിൽ വന്നു കാക്കയുടെ ചുണ്ടു നിർത്താൻ നീ എന്ത് ചെയ്യുമോ? എടുക്കുന്നു. അല്ലേ? ഇഷ്ടമുള്ളത് കാക്ക പൊത്തിക്കൊണ്ടുവന്നതുകൊണ്ട് അതെടുക്കില്ല. സത്യമാണ്. കാരണം കാക്കയുടെ സ്വഭാവം ഏത് അഴുക്ക് കണ്ടാലും അതിൽ പോയിരുന്ന് കൊത്തി വലിച്ച് തിന്നുന്നതാണ് കാക്കയുടെ സ്വഭാവം. പക്ഷെ കേൾക്കണേ, എല്ലാവരും വെറുത്ത് മാറ്റി നിർത്തിയ കാക്ക. അടുത്ത കാക്കയുടെ സ്വഭാവം ഒരാഹാരം കണ്ട നാട്ടിലുള്ള കാക്കമാരെയൊക്കെ കാക്കമാരെല്ലാം വിളിച്ചു കൂട്ടുന്ന സ്വഭാവമുള്ള കാക്ക രാവിലെയും വൈകിട്ടും അതിന്റെ കയ്യിൽ കിട്ടുന്ന ആ ഭക്ഷണ പൊതിയുമായി വേറെ എവിടെയും സ്റ്റോപ്പ് ചെയ്യാതെ അല്ലെങ്കിൽ നോൺ സ്റ്റോപ്പ് ആയിട്ട് കെരീത്തിന്റെ തീരത്തേക്ക് പറന്നു വരികയാണ്. ദൈവം തുറന്ന വാതിലാണ്. രാവിലെയും വൈകിട്ടും നല്ല ഭക്ഷണം കഴിച്ച് ഏരിയാവതിനകത്തിരിക്കുമ്പോൾ, കെരീത്തിൽ ഒളിച്ചിരിക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ കെരീത്തിലെ വെള്ളം വറ്റിപ്പോയി. കുറച്ചു നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ദൈവം തുറന്നാൽ പിന്നെ അടയില്ലെന്ന്. പക്ഷെ ദൈവമായി ഏലിയാവിനെ അയച്ചത്, ദൈവമായി ഏലിയാവിനെ കെരീത്തിലേക്ക് വിട്ടത്, പക്ഷെ കെരീത്തിലെ നന്മ തീർന്നുപോയി. കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ ഞാൻ ചിന്തിച്ചൊരു ഭാഗമായിരുന്നു. കാരണം എന്റെ ഉള്ളിൽ നല്ല ഉറപ്പായിരുന്നു, നന്ദിയോടെയൊക്കെ എന്നെ വിട്ടത് ദൈവമാണ്. പിന്നെ എന്റെ ഉള്ളിൽ ഒരു ചിന്ത വന്നു, ദൈവം വിട്ടിട്ട് എന്തുകൊണ്ട് നന്ദിയോടെ ഇങ്ങനെ സംഭവിച്ചു? കർത്താവ് എനിക്കതൊരു ഉത്തരവാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കേട്ടെ, ദൈവമാണ് ഏലിയാവിനെ കെരീത്തിലേക്ക് വിട്ടത്, ദൈവമാണ് ഏലിയാവിനെ കെരീത്തിലേക്ക് അയച്ചത്. പക്ഷെ കെരീത്തിലേക്ക് അയക്കപ്പെട്ട ഏലിയാവിന്റെ ജീവിതത്തിൽ ദൈവം അയച്ചിട്ട് പോലും ഒട്ടും പ്രതീക്ഷിക്കാത്ത
ദൈവം ഒരുക്കുന്ന ദൈവം നന്മകൾ ഒരുക്കി ദൈവശബ്ദം കേട്ട് ഇറങ്ങി തിരിച്ചിട്ട് ഒരുപക്ഷെ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇന്ന് പകൽ നന്മകൾ അടഞ്ഞു പോകുന്നെങ്കിൽ അയ്യോ കർത്താവേ, ഞാൻ ദൈവശബ്ദം കേട്ടിട്ടല്ലേ ഇറങ്ങിയേ, ദൈവത്തെ അനുസരിച്ചിട്ടല്ലേ ഇറങ്ങിയത്, എന്നിട്ടും എന്തുകൊണ്ട് എനിക്ക് നന്മ അടഞ്ഞു പോകുന്നു എന്ന് ചിന്തിക്കുന്നെങ്കിൽ ഇന്ന് പകൽ നിങ്ങളോട് ആത്മീയ ദൂതാനെ പറയട്ടെ, കെരീത്ത് വറ്റുമ്പോ, കെരീത്തിലെ നന്മ വറ്റിപ്പോകുമ്പോ ചില പട്ടണങ്ങളുടെ വാതിലുകളെ സ്വർഗം നിനക്ക് വേണ്ടി തുറക്കാൻ പോകുകയാണ്. കെരീത്ത് പറ്റിയപ്പോൾ യഹോവയായ ദൈവം ഏലിയാവിനോട് പറഞ്ഞു, എഴുന്നേറ്റിട്ട് സീദോനോട് ചേർന്ന് സാരഫാത്തിലേക്ക് പോകണം. സീദോനോട് ചേർന്ന് സാരഫാത്തിലേക്ക് പോകണം. നേരത്തെ പറഞ്ഞതുപോലെ പറയട്ടെ, ഏലിയാവിന് ഏറ്റവും പേടിയുള്ള ഒരാളാണ് ഇസബേൽ. ഇസബേലിന്റെ അപ്പൻ ഭരിക്കുന്ന രാജ്യമാണ് സീദോൻ. അല്ലെങ്കിൽ ദൈവം ഏലിയാവിനെ കെരീത്തിൽ നിന്ന് പറഞ്ഞുവിട്ടത്, ഏലിയാവ് ഏറ്റവും ഭയപ്പെട്ട ദേവിനെയോ അതിന്റെ നടുവിലേക്ക് ദൈവം പറഞ്ഞു വിട്ടു. ഇന്ന് രാവിലെ ഞാൻ ഉറപ്പോടെ പറയട്ടെ, അല്ലെങ്കിൽ കെരീത്തിലെ നന്മ വറ്റിപ്പോയത് കണ്ടിട്ട്, കെരീത്ത് അടഞ്ഞു പോയത് കണ്ടിട്ട് നിരാശപ്പെടുന്ന ദൈവത്തിന് ചില പട്ടണങ്ങളുടെ വാതിലുകൾ ഇന്ന് പകൽ നന്ദിയോടെ വാതിൽ യേശുവിന്റെ നാമത്തിൽ ദൈവസഭയുടെ സ്വന്തം തുറന്നിരിക്കുകയാണ്. ആർക്കും കഴിയില്ല തീരുന്നത് വരെ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് വരെ, അല്ലെങ്കിൽ കർത്താവിന്റെ വരവ് വരെ നിനക്ക് പുലരാനുള്ളത് ഈ കൂട്ടായ്മയ്ക്കകത്ത് ആത്മാവ് നൽകിത്തരുമെന്ന് വളരെ വ്യക്തമായി വചനത്തിന് ആശ്രയിച്ചു പറയട്ടെ. ശ്രദ്ധിച്ചു കേൾക്കണം. യോർദാനിക്കിടക്കുള്ള കെരീത്തിൽ നിന്ന് പുറപ്പെട്ടവരോട് 10-ാം വാക്യത്തിൽ അവരെ യഹോവയായ ദൈവമായി അങ്ങനെ സാരഫാത്തിൽ പോയി. അവരെവിടെ എത്തി? പട്ടണവാതിൽക്കലെത്തി. പട്ടണങ്ങൾക്കെല്ലാം വാതിലുകൾ. ഈ വാതിലുകൾക്കെല്ലാം ഒരു അധിപതിയുണ്ട്. നന്ദിയോടൊന്ന് കേൾക്കുമ്പോ, നിങ്ങൾ ഇവിടത്തുകാരായതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും തോന്നില്ല, പക്ഷെ പുറത്തുള്ള ഒരാൾ നന്ദിയോട് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മയിൽ വരാൻ സാധ്യത എന്താണെന്ന് അറിയുന്നു. ഇവിടെയുള്ള ചെറുപ്പമാണ് എന്തായിരിക്കും സാധ്യത? എന്ത് ചെയ്താലും ആദ്യം കാണുന്നത് ഈ പട്ടണത്തിന്റെ ഒരു ഡോറായി നിൽക്കുന്നതാണ് പട്ടണത്തെ ഭരിക്കുന്ന ഒരു ശക്തി. എന്നാൽ പട്ടണത്തെ ഭരിക്കുന്ന ദുർഭൂത ശക്തികളുടെ നേരെ ദൈവകൃപയോടെ ഏലിയാവ് കടന്നു വരികയാണ്. ഈ രാവിലെ തികഞ്ഞ ആത്മനിയോഗത്തോടെ ഈ ജൂൺ മാസം 21-ാം തീയതി അവരുടെ കർത്തൃദാസന അവരുടെ കൃപയിൽ ആശ്രയിച്ച് അവരുടെ പ്രാഗൽഭ്യത്തോടെ ഈ ദേശത്തെ അന്ധകാര വ്യാപാരങ്ങളെ നോക്കി എനിക്ക് ഉറപ്പോടെ പറയാൻ കഴിയും, പൈശാചിക മണ്ഡലങ്ങളെ അവരുടെ ഞങ്ങൾ അവരുടെ ഒരു മനസ്സോടെ കൂട്ടമായി പട്ടണ വാതിലിനെ കടന്നു വരികയാണ്. ഇന്നലകളിൽ ബന്ധിച്ചു വച്ച, ഇന്നലകളിൽ കെട്ടിവച്ച, ഇന്നലകളിൽ തകർത്തുകളഞ്ഞ ചില കുടുംബങ്ങളുടെ അവരുടെ താഴ്മയെ തകർത്തുകളഞ്ഞ ചില കുടുംബങ്ങളെ വീണ്ടും പണിയാൻ, ചില വ്യക്തികളെ പണിതെടുക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ ദേശത്തുള്ള മദ്യപാനികൾ മാനസാന്തരപ്പെടണം, അല്ലെങ്കിൽ പാപികൾ മാനസാന്തരപ്പെടണം. ഒറ്റവാക്കിൽ പ്രാർത്ഥിച്ചു നിർത്താതെ നിങ്ങളുടെ ആരെങ്കിലുള്ള മദ്യപാനികളുടെയൊക്കെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കണം. പക്ഷേ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധി പറയാൻ രക്ഷപ്പെടാൻ സാധ്യതയില്ല, മാനസാന്തരപ്പെടാൻ സാധ്യതയില്ല. പക്ഷെ ബുദ്ധിയെ കണക്കാക്കരുത്, കർത്താവിന്റെ കൃപയെ ആശ്രയിച്ചു പോകാൻ. കാരണം പട്ടണവാതിൽക്കലേക്ക് അഭിഷക്തരെയോ അയച്ചത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യാനല്ല, ചിലരുടെ അധികാരത്തോടെ കീഴടക്കാനാണ്. പട്ടണവാതിൽക്കരിത
ഏലിയാവ് കടന്നു വരികയാണ്. ഏലിയാവ് കടന്നു വരുമ്പോൾ ഒരു സ്ത്രീ ആ വാതിൽക്കൽ നിന്ന് 2 വിറക് വെറുത്തു. വിറക് വെറുക്കുന്നവരുടെ ഉള്ളിൽ ഒറ്റ ചിന്തയുള്ളൂ, ഈ വിറക് കൊണ്ട് അപ്പം ഉണ്ടാക്കണം, എനിക്കും എന്റെ മോനും തിന്നണം, തിന്നിട്ട് മരിക്കണം. ഈ രാവിലെ ഈ ദേശത്തോട് ഈ ദൈവസഭയോട് പറയാൻ ആദ്യമായി വചന ശുശ്രൂഷയിൽ പറയാൻ കർത്താവുന്ന ഒരു വചനം ഉറപ്പിൽ ഞാൻ പറയട്ടെ. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, വരുന്ന ആഴ്ചകളിൽ, വരുന്ന മാസങ്ങളിൽ ആത്മഹത്യക്ക് ഒരുങ്ങിയിരുന്ന ചിലർ ഇതിനകത്തേക്ക് കടന്നു വരും. മരിക്കാൻ കാത്തിരുന്ന ചിലത്, മരണത്തിന് കൊതിച്ചിരുന്ന ചിലതിനെ, അല്ലെങ്കിൽ നമ്മളാരും പറയണ്ട, അവരെഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പറയും, ഞാൻ മരിക്കാൻ കൊതിച്ച വ്യക്തിയാ, മരിക്കാൻ കാത്തിരുന്ന വ്യക്തിയാ, പക്ഷെ കർത്താവിനെ വിടുവിച്ചു എന്ന് പറയത്തക്ക നിലയിൽ അല്ലെങ്കിൽ പട്ടണത്തിന്റെ അധികാരം നമുക്ക് സന്തോഷത്തോടെ പോകാനല്ല, ഈ പട്ടണത്തിന്റെ ഒത്ത മധ്യത്തിൽ തരാൻ ഈ പട്ടണത്തിന്റെ അധികാരിയെ കർത്താവ് തകർത്ത് അധികാരത്തിലേക്ക് സഭയ്ക്ക് തരികയാണ്. വിശ്വസിക്കാവോ? നമ്മൾ എണ്ണത്തിൽ കുറവേ ഉള്ളൂ. 300 പേരെ കൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ തകർക്കാൻ ഇവയോടെ ദൈവം കൃപ പകർന്നെങ്കിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഈ 10-20 എണ്ണത്തിനെ കൊണ്ട് നന്ദിയോടെ പിടിച്ചെടുക്കാൻ, പാലോടെ പിടിച്ചെടുക്കാൻ, അല്ലെങ്കിൽ ഈ ജില്ലയിൽ ദൈവത്തിന്റെ ശബ്ദമായി നിൽക്കാൻ വ്യവസ്ഥ നേരോടെ ഞാനെന്ന ഭാവം നമ്മിൽ ഉണ്ടാകരുത്. അങ്ങനെയായ നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്ക് മുടക്കം വരുത്താത്ത കർത്താവ് ഇന്ന് രാവിലെ നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. കേട്ടെ, പട്ടണവാതിൽക്കലാരെത്തി? ഏലിയാവെത്തി. ഏലിയാവ് വിധവയോട് പറയുന്നൊരു കാര്യമുണ്ട്, ആദ്യം നീ എനിക്ക് അപ്പം ഉണ്ടാക്കിയത്, പിന്നെ നീ നിന്റെ മകനും പോയി ഉണ്ടാക്കുന്നത്. ഇവിടെ ആ കോലാപത്തിനുള്ള ഭാവനേ ഉള്ളൂ, അതുണ്ടാക്കാനല്ലേ നിന്ന് നിൽക്കുന്നത്. പക്ഷേ ഭക്തന്റെ വാക്കനുസരിച്ച ഉറപ്പുള്ള പാതയിൽ നിന്ന് പുറപ്പെട്ടു വന്ന പരദേശിയായ ദൈവമനുഷ്യന്റെ വാക്കനുസരിച്ചാൽ ആ വിധവയുടെ കലത്തിലെ മാവ് ക്ഷാമകാലം മുഴുവൻ കുറയാതെ ദൈവം ആ കുടുംബത്തെ പോറ്റിയെങ്കിൽ, അതിൽ ആ പ്രവാചകൻ പുലർത്തപ്പെട്ടെങ്കിൽ, ഞാൻ ഉറപ്പ് പറയാൻ പ്രിയമുള്ളവരെ, നിങ്ങളുടെ കലങ്ങൾ ഒരുപക്ഷെ ശൂന്യമായിരിക്കാം. നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന ഭാഷ പറയാം, ഒരുപക്ഷെ നിങ്ങളുടെ പേഴ്സ് കാലിയായിരിക്കാം, നിങ്ങളുടെ വരുമാനങ്ങൾ ശൂന്യമായിരിക്കാം. പക്ഷേ ഞാൻ ഉറപ്പ് പറയാം, പട്ടണവാതിൽക്കൽ, ഈ പട്ടണത്തിന്റെ നടുവിൽ സ്വന്തം ഒരു പിന്മഴ പെയ്യും, ഒരാത്മാവിന്റെ പിന്മഴ പെയ്യും. അതുവരെയും പുലരാനുള്ളത് നിന്റെ കരങ്ങളിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. കുറയില്ല. ഒരു നന്മയ്ക്കും കുറവുണ്ടാകില്ല. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവ് വരുത്താത്ത, മുട്ടുവരുത്താത്ത നന്മക്കത്താണ് ഈ പദം നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ. അല്ലെങ്കിൽ ഒരു വാക്യവും വായിക്കാമോ? അല്ലെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 7-ാം വാക്യം, എന്റെ വാക്കുകളെ ചുരുക്കി 13:7. ഞാൻ നിന്നെ കഴുകാനാണ്. ഇന്ന് രാവിലെ കർത്താവിനോട് പങ്കുണ്ടാകണം. വേറെ ആരുമായിട്ട് നമുക്ക് പങ്കില്ലെങ്കിലും, വേറെ ആരുമായിട്ട് നമുക്ക് കൂട്ടില്ലെങ്കിലും കർത്താവുമായിട്ട് നമുക്കൊരു പങ്ക് വേണം. അതിനനുദിനം യേശുവിന്റെ രക്തത്താൽ ഈ പട്ടണവാതിൽക്ക് കഴുകപ്പെടാൻ നമുക്ക് കർത്തൃകാരങ്ങളെ എല്ലാ കണ്ടങ്ങളും ദൈവസന്നിധി നടക്കാം. ഒരുമിച്ച് നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. അപ്പൊ ഈ പട്ടണത്തിന്റെ വാതിൽക്കൽ അല്ലെങ്കിൽ ഉള്ള അധികാരിയെ തകർത്ത് ദൈവസഭയ്ക്ക് ഒരു അധികാരം,
അങ്ങ് തരണമേ എന്ന് ഇന്ന് പകർന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? അധികാരത്തോടെ 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 ഈ പകലിൽ അധികാരത്തോടെ ഈ പകലിൽ അധികാരത്തോടെ ഈ പകലിൽ ദേശത്തെ കീഴടക്കി വെച്ചിരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളുടെ അധികാരത്തോടെ പത്തളവാദിക്കൽ ഉള്ള അധികാരിയെ പകർത്ത് ദൈവസഭയ്ക്ക് പറയാൻ അധികാരം കൈമാറുകയാണ്. അധികാരം കൈമാറുകയാണ്. ആ വിധവയുടെ ഭവനത്തിലെ മരണത്തിന്റെ അധികാരിയെ തകർത്ത് ആ ക്ഷാമകാലം മുഴുവൻ ക്ഷേമമായി പുലരുവാൻ ജീവന്റെ അധികാരിയായവൻ അല്ലെങ്കിൽ ആ ഭവനത്തിനകത്തേക്ക് കയറിയതുപോലെ ഇന്ന് ഞാൻ വിളിച്ച ജീവന്റെ അധികാരങ്ങൾ നിങ്ങൾക്ക് കർത്താവ് കൈമാറുകയാണ്. കണ്ണുകളടയ്ക്കാം. ഒരുമിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളോടെ ഈ ഹാളിനകത്ത് നമ്മെ ശ്രദ്ധിക്കുന്ന എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ മീഡിയക്കകത്ത് എന്നെ ശ്രദ്ധിക്കുന്ന മാന്യ സ്വഭാവേ, നിന്റെ ജീവിതത്തിന് നേരെ ഉയർന്നു നിൽക്കുന്ന പൈശാചിക ആധിപത്യങ്ങളെ തകർത്ത് പൈശാചിക ആധിപത്യങ്ങളെ തകർത്ത് നിങ്ങളുടെ മേൽ സ്വർഗ്ഗം ജയകൽപ്പിക്കുക. ഈ ആഗ്രഹിക്കുമ്പോൾ കർത്തൃകരങ്ങളിൽ നമ്മൾ സമർപ്പിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ കർത്താവേ, ആദ്യത്തെ സഹായമാണ് ഇത്രത്തോളം മനോഹരമായി ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വരുവാൻ കർത്താവ് കൃപ ചെയ്തതിനാൽ നന്ദി പറയുന്നു. ഈ പട്ടണവാദികൾ അങ്ങ് ഞങ്ങൾക്ക് ഒരുക്കിയ ഇടത്തിന് നന്ദി പറയുന്നു. ഈ പട്ടണവാദികൾ ഇന്നലെ വരെ അധികാരിയായിരുന്ന ദേശത്തെ അന്ധകാര വ്യാപാരങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ തകർത്ത് ദൈവസഭ ദേശത്തിന് അധികാരമേറ്റെടുക്കുകയാണ്. ദുർമരണങ്ങൾ, ആത്മഹത്യകൾ ഈ ദേശം വിട്ടുമാറട്ടെ. പകർച്ചവ്യാധികൾ ഈ ദേശം വിട്ടുപോകട്ടെ. അസാധാരണമായ സമാധാനം ഈ ദേശത്തുണ്ടാകട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യണം. അപ്പൊ അടിയങ്ങൾക്ക് ഈ ഹോള് വിട്ടു തന്ന ആ മാന്യ വ്യക്തിക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്ന നിമിത്തം ആ വ്യക്തിയുടെ അതിലെ എല്ലാ കാര്യങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. ഏറിയ സമാധാനം, ഏറിയ സ്വസ്ഥത, എല്ലാറ്റിലും ഉപരി ഏക സത്യ ദൈവമായ ആത്മായ ബന്ധത്തിലേക്ക് കടന്നു വരുവാൻ പ്രിയമുള്ളവരെ കൃപ പകരണം. ഇന്ന് പകലിൽ ഇവിടെ ആയിരിക്കുന്ന എല്ലാ ജനത്തെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം ചൊല്ലി ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. സമാധാനത്തോടെ പറഞ്ഞയക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം നമ്മോട് നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടുകൂടെ കർത്താവിന്റെ രണ്ടാമത്തെ വരവ് വരെ ഇരിക്കുമാറാകട്ടെ. മുഖാന്തരം